മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപെടുത്തുക എന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നതും മതേതരത്വത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളായിട്ടാണ് രാജ്യം കാണുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠയും തുടർന്നുള്ള ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ കാണുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് എന്ന് തന്നെയാണ്. ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുക എന്ന സംഘപരിവാർ അജണ്ട ഇതോടൊപ്പം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ അവകാശങ്ങൾ ഓരോ സംസ്ഥാനത്തിലും നിലനിൽക്കുകയാണ് ഇത്തരമൊരു നിലപാട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് തന്നെ വേണം കരുതാൻ. മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിവാഹ പ്രശ്നങ്ങൾ മാത്രം ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതും വിവേചനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാം. ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുക. ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ തകർക്കുന്നതും ഗോവധത്തിൻ്റെ പേരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നതും ഈ സംഭവത്തിൻ്റെ തന്നെ പരമ്പരകളാണ്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചിത്രം. രാജ്യത്തുടനീളം രൂപപ്പെട്ടു വന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും വ്യാപകമാണ്. മണിപ്പൂരിൽ ഉൾപ്പെടെ അതെല്ലാവരും പകൽ വെളിച്ചം പോലെ കണ്ടിട്ടുള്ളതാണ്. ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും രാജ്യത്ത് വ്യാപകമായിട്ട് നടന്നു വരികയാണ്. ഇത്തരത്തിൽ രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കാനും സ്ത്രീകളുടെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും അവകാശങ്ങൾ അതിന് നേരെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കാര്യപരിപാടികളുടെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന എല്ലാ മതവിശ്വാസികൾക്കും, ഇനി വിശ്വാസികൾ അല്ലാത്തവർക്കും പൗരത്വ അവകാശം നിലനിൽക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം. ഒരു രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവും പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരത്വത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക, മതരാഷ്ട്രവാദം, ആ നിലപാടാണ് ഇത് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇപ്പോൾ മതനിരപേക്ഷത തകർക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പുതിയ നിലപാടുകൾ. കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായി രാജ്യത്തുയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളും അത്തരം സമരങ്ങളുമെല്ലാം ദുർബലപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പൗരത്വ നിയമം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള
രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ പീഡനങ്ങൾക്കിടയാവുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഉദാഹരണമായി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബർമ്മയിൽ റോഹിംഗ്യ മുസ്ലിങ്ങളെ പോലുള്ള വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവ പരിഗണിക്കുന്നില്ല. പൗരത്വ ഭേദഗതി രാജ്യത്തുയർന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഇടതുപക്ഷം എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് പാർലമെൻറ്റിൽ ശക്തിയായ നിലപാടുകൾ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന സമീപനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതുകൊണ്ട് തന്നെ കേരളം പ്രമേയം പാസാക്കുകയും അതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിനും സംസ്ഥാന സർക്കാർ അന്ന് തയ്യാറായിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിലപാടിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം 70 ലക്ഷത്തോളം ആളുകൾ അണിനിരത്തി മനുഷ്യ മഹാശൃംഖല കേരളത്തിൽ അന്ന് തീർക്കുകയുണ്ടായി. സംസ്ഥാനത്ത് സർക്കാർ തന്നെ ഇടപെട്ട് ഭരണഘടനയിലെ അടിസ്ഥാന നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും അതിനെതിരായിട്ടുള്ള നിലപാടാണ്, ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സംഘപരിവാർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യവും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴിതിൻ്റെ ഭാഗമായി ചട്ടങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ഇവ യാതൊരു കാരണവശാലും നടപ്പിലാക്കില്ലെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റും ആ കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വരുന്ന സാഹചര്യം പ്രധാനമാണ്. ഇന്ത്യ രാജ്യത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മതനിരപേക്ഷ കക്ഷികൾ BJPക്കെതിരെ യോജിച്ചണിനിരക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള പൗരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. BJPയുടെ ജനവിരുദ്ധ നയങ്ങൾ വൻതോതിൽ ജനങ്ങളെ ഇതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ അവർക്കാകുമോ എന്ന സംശയവും BJPയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് ഈ പ്രശ്നത്തെ മറികടക്കാനാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്.